കളമശ്ശേരിയിൽ മറിഞ്ഞ ടാങ്കർ ലോറി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊരു ക്യാബിൻ ലോറി എത്തിച്ചാണ് ഇപ്പോൾ നീക്കം പുരോഗമിക്കുന്നത്. അതേസമയം അപകടത്തിൽ അന്വേഷണത്തിന് BPCL ഉത്തരവിട്ടു. സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് യൂണിറ്റ് പരിശോധിക്കും. 20 ടൺ പ്രൊപ്പലീൻ വാതകം റോഡിലൂടെ കൊണ്ടുപോകുമ്പോൾ വേണ്ട നടപടികൾ പാലിച്ചു എന്നും അന്വേഷിക്കുന്നുണ്ട്. അഞ്ജലി ശ്രീജിത രാജൻ ചേരുന്നു ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്നും. അഞ്ജലി, ഈ ടാങ്കർ പുതിയ ക്യാബിനിലേക്ക് മാറ്റാനുള്ള നീക്കം ഇപ്പോൾ പൂർണ്ണമായോ? ഇപ്പോൾ ഇവിടേക്ക് മറ്റൊരു ക്യാബിൻ ലോറി എത്തിച്ചിട്ടുണ്ട്. ഈ ക്യാബിൻ ലോറിയിലേക്കാണ് ഇപ്പോൾ ഈ അപകടം അവസ്ഥയിലുള്ള, അതായത് ഈ അപകടം നടന്നപ്പോൾ ആകെ തകർന്ന, ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ആകെ തകർന്ന നിലയിലാണ് ഈ ക്യാബിൻ ലോറി ഉള്ളത്. ഈ ക്യാബിൻ ലോറി ഉപയോഗിച്ച് ഈ ടാങ്കർ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ ഇരുമ്പനത്തു നിന്നും BPCLന്റെ ഇരുമ്പനത്തിന് റിഫൈനറിൽ നിന്നുമാണ് പുതിയൊരു ക്യാബിൻ ലോറി എത്തിച്ചിട്ടുള്ളത്. ഈ ക്യാബിൻ ലോറിയിലാണ് ഈ ഒരു ടാങ്കർ ലോറി കൊണ്ടുപോവുക. ഇതിനായിട്ട് ഇപ്പോൾ നടക്കുന്നത് ഈ ടാങ്കർ ലോറി, അതായത് ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുമ്പോൾ സുരക്ഷിതമായി അപകടാവസ്ഥയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഇത് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതി, അതായത് ഇതിനെ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ നടപടികൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ ഒരു ക്യാബിൻ ലോറി മാറ്റിയതിനു ശേഷം പുതിയൊരു ക്യാബിൻ ലോറി, അതായത് ഇപ്പോൾ കൊണ്ടുവന്ന ക്യാബിൻ ലോറി ഇതിലേക്ക് ഘടിപ്പിക്കുക. അതിനുശേഷമാണ് ഇത് വീണ്ടും തിരിച്ച് റിഫൈനറിയിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 20 ടണ്ണോളമുള്ള പ്രൊപ്പലിൻ വാതകമാണ് ഈ ഒരു ടാങ്കർ ലോറിയിലുള്ളത്. അതിനാൽ തന്നെ സുരക്ഷിതമായി ഇത് മാറ്റണം. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ ഒരു ഭാഗത്തേക്ക്, അതായത് കളമശ്ശേരിയുള്ള ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം ഇപ്പോൾ അതായത് ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ശേഷം മാത്രമായി പുനഃസ്ഥാപിക്കുകയുള്ളൂ. അതെ, ഉണ്ട്. ഒരു ലൈനിലൂടെ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു ടാങ്കർ ലോറി നിൽക്കുന്ന ഭാഗത്തേക്കുള്ള ഗതാഗതം മാത്രമാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഈ വാഹനങ്ങളെ അവിടെ പോലീസും സന്നാഹങ്ങളൊക്കെ തയ്യാറായി അവരെ മറ്റൊരു ഭാഗം വഴി തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ടാങ്കർ ലോറി ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇതിന്റെ മുൻഭാഗം, ഈ ക്യാബിന്റെ ഭാഗം പൂർണ്ണമായിട്ടും അതായത് അപകട നിലയിലാണുള്ളത്, അതായത് പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. ഇതിന്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ ഇത് മാറ്റി വെച്ചിരിക്കുകയാണ്. മറ്റു ഭാഗങ്ങളിലുണ്ട് ഇതിന്റെ അവശിഷ്ടങ്ങളെല്ലാം അവിടെ കാണാൻ കഴിയും. ഇപ്പോൾ പുതിയൊരു ക്യാബിൻ ലോറി ഇവിടേക്ക് എത്തിച്ചിട്ടാണ് ഈ ഒരു നീക്കം നടത്തുന്നത്. കൂടാതെ ടണ്ണോളമുള്ള ഈ ടാങ്കർ ഉയർത്തുകയാണ് ചെയ്യുക, അല്ലേ? ടാങ്കർ ഉയർത്തി രണ്ടാമത്തെ ക്യാബിനിലേക്ക് മാറ്റിവെക്കണം. അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആ ക്രെയിൻ ടാങ്കറിലേക്ക് ഘടിപ്പിക്കാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ ടാങ്കറിൽ നിന്ന് ചെറിയ രീതിയിൽ പ്രൊപ്പലീൻ വാതകം ചോരുന്നുണ്ട് എന്നാണ് അഞ്ജലി നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ റെഗുലേറ്റർ ഭാഗത്ത് ചെറിയ ചോർച്ചയുണ്ട് ഇപ്പോഴും. പക്ഷേ അത് ആശങ്ക ജനിപ്പിക്കുന്നതല്ല എന്നാണ് BPCL ഉദ്യോഗസ്ഥരും പറയുന്നത്, അല്ലേ? ഇപ്പോൾ ആ ടാങ്കർ ഉയർത്താൻ പോവുകയാണ് ക്രെയിൻ ഉപയോഗിച്ച്. ഈ ടാങ്കർ മറ്റൊരു ക്യാബിൻ ലോറി ഇതിലേക്ക് ഘടിപ്പിക്കുകയാണ് ചെയ്യുക. ഈ ടാങ്കർ പൂർണ്ണമായും എടുത്തുകൊണ്ട് ഇതിലേക്ക് ഘടിപ്പിക്കുകയല്ല, പകരം ഈ ക്യാബിൻ ലോറി മാറ്റി സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പാണെന്നാണ് ഇവിടെ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു അതെ ക്യാബിൻ ലോറി വേണം. കൂടാതെ ഇതിന്റെ ഇപ്പോൾ ഈ ടാങ്കർ ലോറി, അതായത് ഈ ക്യാപ്സ്യൂൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് സുരക്ഷിതമായിട്ട് നിർത്താനുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. അതായത് ഇപ്പോൾ ടാങ്കർ ലോറി ക്യാബിൻ മാറ്റുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇത് വീണ്ടും താഴേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതില്ലാതിരിക്കെ ഇത് ഉറപ്പിച്ച് നിർത്തുക, ശേഷം ഈ ക്യാബിൻ ലോറി മാറ്റി ഇപ്പോൾ കൊണ്ടുവന്ന ക്യാബിൻ ലോറി സ്ഥാപിക്കുക. ഈ ഒരു ക്രമീകരണമാണ് നടക്കേണ്ടത്. അതിനാൽ തന്നെയാണ് ഇതൊരു കുറച്ച് അധികം സമയമെടുക്കുന്നത്. കാരണം ഈ ടാങ്കർ ലോറി ഉയർത്തുക എന്നത് വളരെ, അതായത് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. കാരണം 20 ടണ്ണോളം പ്രൊപ്പലീൻ വാതകമാണ് ഇതിലുള്ളത്. ജനസാന്ദ്രമായിട്ടുള്ള വലിയ ഗതാഗത മേഖലയാണ്. ഇവിടെ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ചെയ്യാൻ കഴിയില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ക്യാബിൻ ലോറി നീക്കം ചെയ്യുന്നത് ഇവിടുന്ന്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാബിനിലേക്ക് ഈ ക്യാപ്സ്യൂൾ ഘടിപ്പിക്കണം. അതാണ് ഇനി ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ക്രെയിൻ ഉപയോഗിച്ച് ആ ക്യാബിൻ മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ക്യാപ്സ്യൂൾ അല്ല മാറ്റുന്നത്, ആ ടാങ്കർ ലോറിയുടെ ക്യാബിൻ മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. വലിയ ക്രെയിൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു ക്യാബിൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, ഈ ക്യാബിൻ്റെ ഭാഗത്ത് ഈ ക്രെയിൻ ഘടിപ്പിച്ചായിരിക്കും അത് മാറ്റുക. പ്രൊപ്പലിൻ വളരെ ഇൻഫ്ലെയിമബിളായ തീപിടിക്കാൻ ശേഷിയുള്ള വാതകമാണ്. ആ വാതകമാണ്, കത്താൻ സാധ്യതയുള്ള വാതകം.
ഇന്നലെ രാത്രിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ റോഡിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്തത്. ആ ദൃശ്യങ്ങൾ കാണുന്നത് എനിക്ക് തോന്നുന്നു BPSLലെയും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും എല്ലാവരും സ്ഥലത്തുണ്ട് അല്ലേ അഞ്ജലി? തീർച്ചയായും അരുൺകുമാർ. അതായത് ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം ഉണ്ടായി ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ അതായത് ഫയർഫോഴ്സ് അധികൃതരും കൂടാതെ പോലീസും പിന്നീടാണ് BPCL അധികൃതർ ഇവിടേക്ക് എത്തിയത്. ഇതിനുശേഷം BPCL അധികൃതരാണ്, കാരണം ഇത് അത്രയും ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു വാതകമാണ് ഇതിലുള്ളത്. അതിനാൽ തന്നെ ഫയർഫോഴ്സിന് ഇത് കൈകാര്യം ചെയ്യുന്നത് കുറച്ച് കഠിനമായ ഒരു പ്രവൃത്തിയായതിനാൽ തന്നെ BPCL അധികൃതർ തന്നെയാണ് എത്തി. അവരാണ് ഇത് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തി പൂർണ്ണമായും ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് ലീക്കേജ് ഇല്ല എന്നൊക്കെ ആദ്യം വിലയിരുത്തിയതിന് ശേഷമായിരുന്നു ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഈ ടാങ്കർ ലോറി ഉയർത്താൻ ശ്രമിച്ചത്. ആ ഘട്ടത്തിലാണ് ഇതിന്റെ റെഗുലേറ്ററിന്റെ ഭാഗത്ത് നിന്നും കുറച്ചധികം ശക്തിയായി തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ അപ്പോൾ അതിന് വ്യക്തമാണ് വാതകം പുറത്തേക്ക് വരാൻ തുടങ്ങി. ഈ ഒരു പ്രൊപ്പലിൻ ഗ്യാസിന്റെ പ്രത്യേകത എന്നല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചെറിയ സൂര്യാഘാതം ഏൽക്കുമ്പോൾ, അതായത് സൂര്യന്റെ വെളിച്ചത്തിൽ പോലും കത്താൻ സാധ്യതയുള്ള വാതകമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് നേരിയ തോതിലാണ് വരുന്നത്. പക്ഷേ ഇത് ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമല്ലെന്നാണ് ഇവിടെ BPCL അധികൃതർ വ്യക്തമാക്കുന്നത്. ഉടൻ തന്നെ ഇത് ഈ ഒരു മേഖലയിൽ നിന്നും മാറ്റാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ കാണാം, ആ ഒരു ക്യാബിൻ, അതായത് അതിന്റെ ക്യാപ്സ്യൂൾ ഇപ്പോൾ അവർ ഈ ക്രെയിൻ ഉപയോഗിച്ച് അതിനെ സുരക്ഷിതമാക്കി ഒന്ന് ഉയർത്തിയതിനു ശേഷം ആ ക്യാബിൻ അവിടേക്ക്, ആ ക്യാപ്സ്യൂളിന്റെ ഭാഗത്തേക്ക് പുതിയ ക്യാബിൻ ഘടിപ്പിക്കും. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എല്ലാം സുരക്ഷിതമാണ്, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ആശങ്ക വേണ്ട എന്ന് BPCL പറയുന്നു. ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും അവിടെയുണ്ട്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ ക്യാപ്സ്യൂൾ ഉയർത്തുകയാണ്. അന്ന് അവരല്പം ഉയർത്തിയതിനു ശേഷം ആ ക്യാബിൻ വേർപെടുത്തും. പുതിയ ക്യാബിൻ ആ ക്യാപ്സ്യൂളിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവച്ചതിനു ശേഷം പുനഃസ്ഥാപിച്ച് ഗ്യാസ് ടാങ്കർ ക്യാപ്സ്യൂൾ സഹിതം BPCLലെ പ്ലാന്റിലേക്ക് മാറ്റി വാതക ചോർച്ച ഈ ക്യാപ്സ്യൂളിൽ നിന്ന് മറ്റൊരു ക്യാപ്സ്യൂളിലേക്ക് വാതകം മാറ്റി വാതക ചോർച്ച പൂർണ്ണമായും പരിഹരിക്കും. ഇപ്പോൾ പോലീസ് അടക്കമുള്ള വിഭാഗങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. ഒരു ഭാഗത്തുകൂടി TVS ജംഗ്ഷനിൽ കളമശ്ശേരിയിലേക്ക് വരുന്ന ഒരു ഭാഗത്തേക്ക് കൂടി ഇപ്പോൾ ഗതാഗതമില്ല. മറുഭാഗത്ത് ഒരൊറ്റ ലൈനിൽ കൂടി മാത്രമാണ് ഇപ്പോൾ ഗതാഗതമുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ക്രെയിനിൽ ഇപ്പോൾ ക്യാപ്സ്യൂളിന് മുകളിൽ കയറി ആ ക്യാപ്സ്യൂൾ നീക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഇനി ഈ ടാങ്കർ ഉയർത്തുന്നതോടുകൂടി ക്യാബിനെ അവിടെ നിന്ന് വേർപെടുത്താൻ സാധിക്കും. മറ്റൊരു ക്യാബിൻ അവിടേക്ക് കൊണ്ടുവരുന്നതും പ്രേക്ഷകർക്ക് കാണാം. ഈ പുതിയ ക്യാബിനിലായിരിക്കും ക്യാപ്സ്യൂൾ ഇനി ഘടിപ്പിക്കുക. അതിനുവേണ്ടി ക്യാപ്സ്യൂൾ ഒന്ന് ഉയർത്തി ആ ക്യാബിൻ നിലവിലുള്ള ക്യാബിൻ സ്വതന്ത്രമാക്കും. ക്യാബിൻ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. അതിൽ ഈ ടാങ്കർ ലോറി കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് പുതിയ ക്യാബിൻ ലോറി എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ആ ദൃശ്യങ്ങളിൽ ഈ ടാങ്കർ ലോറി ഇപ്പോൾ ആ ക്യാപ്സ്യൂൾ മാറ്റുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഇനി മടങ്ങി വരാം. പൂർണ്ണമായിട്ടും കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണ്. BPCLന്റെയും ഒപ്പം തന്നെ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ടാങ്കർ ലോറിയിൽ നിന്ന് ക്യാപ്സ്യൂൾ പുതിയ ക്യാബിനിലേക്ക് മാറ്റുന്നത്.